ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും ജീവിതത്തെ നോക്കിക്കാണുന്നത് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനകത്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു താല്പര്യം ഉണ്ടാകണം. ഒരാൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിനായിരിക്കത്തില്ല മറ്റൊരാൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ല മറ്റൊരാൾക്ക്. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഓരോ ഇഷ്ടങ്ങളുമാണല്ലോ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ സ്ത്രീയുടെ പിൻഭാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പുരുഷന് തോന്നുന്ന ആകർഷണം കൂടാതെ സ്ത്രീകൾക്ക് എന്താണ് അതിനോടുള്ള മനോഭാവം, നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘടകങ്ങളും അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരെ ആകർഷിക്കണം, ഇഷ്ടപ്പെടണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയും പുരുഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ നേടാനുള്ളൊരു ശ്രമമുണ്ട് പ്രകൃതിയാൽ തന്നെ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അനുയോജ്യമായ ചേരുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോഴാണ് ഒരു പുരുഷൻ ആകർഷണം കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു പുരുഷൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനും ഫാൻറ്റസിക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏത് വസ്ത്രം ധരിച്ചാലും ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിൻഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം ഒരു വ്യക്തിക്ക് സുന്ദരമായിട്ട് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം ഭാവന തന്നെയാണ്. ഭാവനയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു കാര്യം ആസ്വദിക്കാൻ ഒക്കത്തില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു. ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വരണം. എങ്കിൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷന് വ്യക്തമായ കാഴ്ചപ്പാടും ഭാവനയൊക്കെ ഉണ്ട്. ഓരോ പൊസിഷനിലും ഇതിൻ്റെ ഷേപ്പ് വ്യത്യസ്തമായിരിക്കും. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരാളെ ആകർഷിപ്പിക്കുന്ന കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് സൗന്ദര്യത്തിനും ശരീരത്തിൻ്റെ ഷേപ്പിനും വസ്ത്രധാരണത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവരിതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഈ സൗന്ദര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കെയർ ചെയ്യുന്നവരാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് കൂടുതലും ആത്മവിശ്വാസം കൊടുക്കുന്നത്. ചിലർക്ക് തലമുടിയായിരിക്കും, ചിലർക്ക് കണ്ണുകളായിരിക്കും, ചിലർക്ക് നല്ല ഫേസ് ആയിരിക്കും, ചിലർക്ക് നല്ല ഷേപ്പായിരിക്കും, ചിലർക്ക് പിൻഭാഗമായിരിക്കും കൂടുതൽ ആകർഷണം കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു സ്ത്രീക്കും അറിയാൻ പറ്റും അവരുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം എന്താണെന്ന്. അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം കൂടും. അതുപോലെ പിൻഭാഗമൊക്കെ ഈ രീതിയിൽ പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുരുഷൻ ആകർഷിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇതിനെ പുരുഷൻ നോക്കിക്കാണുന്ന ആറ്റിറ്റ്യൂഡിലല്ല സ്ത്രീ കാണുന്നത്. അവർക്കിതൊരു പ്രത്യേക സുരക്ഷിതത്വം കൊടുക്കുന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ ഭാഗത്തിന് ഇത്രയധികം ആകർഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒതുങ്ങിയ അരക്കെട്ടാണ്. എന്നിരുന്നാലും നമ്മളൊരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ നോക്കുന്നത് അവരുടെ മുഖത്തേക്കാണല്ലോ. അതിനുശേഷം മാത്രമേ മറ്റുള്ള ഭാഗങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മുഖം ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റു ഭാഗങ്ങളും ഇഷ്ടപ്പെടാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ സ്ത്രീയിൽ സൗന്ദര്യം കണ്ടെത്തുവാണ്. അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീയും പുരുഷനിൽ ഒരു പ്രത്യേക ആകർഷണം കണ്ടെത്തുവാണ്. അപ്പോൾ ഈ കണ്ടെത്തലിൻ്റെ പിന്നിൽ ഒരാളെ സഹായിക്കുന്നത് അവരുടെ വ്യക്തിത്വവും ഭാവനയൊക്കെയാണ്. അതുപോലെ ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില പൊസിഷൻസിനോട് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട്. അതുപോലെ പല മെത്തേഡുകൾ ചെയ്യുമ്പോഴും ഈ ഒരു ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട്. ഡോഗി പോസും അതിൻ്റെ ചില വേരിയേഷൻസും അതുപോലെ തന്നെ മുകളിൽ വരുന്ന രീതിയുണ്ടല്ലോ, അത് തന്നെ രണ്ടുണ്ട്. ഇതിനകത്ത് ഫേസ് ടു ഫേസും ഉണ്ട്, റിവേഴ്സും ഉണ്ട്. നമ്മുടെ ഈ കാറ്റഗറിയിലുള്ളവർക്ക് കൂടുതൽ ഇഷ്ടം റിവേഴ്സ് ആയിരിക്കും. ഈ സമയത്ത് അവരുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിൻഭാഗത്തായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വെർട്ടിബ്രയുടെ ലോവർ ബാക്ക് ഭാഗത്തുള്ള കർവ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ആകർഷണം ഉണ്ടാക്കുന്നുണ്ട്. തന്നെയല്ല ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ഫാറ്റും മസിൽ മാസും ഇതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ശരീരമായിട്ട് ബന്ധപ്പെട്ട് ഏത് അവയവത്തിനോടും നമുക്കൊരു ഇഷ്ടം തോന്നണമെങ്കിൽ അതിനൊരു പുഷ്ടി വേണം. ഇപ്പം കൈകാലുകളെ നോക്കുവാണെങ്കിൽ അതിൻ്റെ മസിൽസിന് കുറച്ച് വലിപ്പവും ബലവും ഒക്കെ തോന്നുമ്പോഴാണ് ആകർഷണം കൂടുതലായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് പിൻഭാഗത്തും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസവും സംതൃപ്തിയൊക്കെ തോന്നുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പ്രകടിപ്പിക്കുമ്പോഴാണ്. ആരോഗ്യമുള്ള രൂപഭംഗിയുള്ള എന്തിനോടും നമുക്കൊരാകർഷണം ഉണ്ടല്ലോ. ആരോഗ്യമുള്ള മുഖം കണ്ടാൽ, ആരോഗ്യമുള്ള തലമുടി കണ്ടാൽ, ആരോഗ്യമുള്ള സ്കിൻ കണ്ടാൽ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ അതിങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കും എന്നൊരു മുൻവിധിയും നമുക്കുണ്ട്.
തന്നെയല്ല നല്ല ഷേപ്പുള്ള മസിൽ മാസ് കൂടുതലുള്ള പിൻഭാഗം എന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ സിഗ്നലായിട്ടാണ് എല്ലാവരും കാണുന്നതും അംഗീകരിച്ചിരിക്കുന്നതും. അതുപോലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണത്തിനകത്ത് പല വിസ്മയകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആകർഷണത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനോടൊന്നും ഒരു വിരക്തി ഉണ്ടാകത്തില്ല എത്ര നാൾ കഴിഞ്ഞാലും. തന്നെയല്ല നമുക്ക് ആ വ്യക്തിയോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും, പങ്കാളിയെ മൂടാക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് പുരുഷനിലും സ്ത്രീയെക്കുറിച്ച് ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ തന്നെ ചിലർക്ക് സുന്ദരമായിട്ട് തോന്നുന്നു, ചിലർക്ക് പ്രത്യേകിച്ച് ആകർഷണം ഒന്നും തോന്നുന്നില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ആരോഗ്യവും രൂപഭംഗിയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിനോട് തീവ്രമായൊരു ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര പ്രായം ചെന്നാലും ഇതിനോടൊരു വിരക്തി തോന്നത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, നമുക്ക് എന്തിനോടെങ്കിലും തീവ്രമായ ഒരു ഇഷ്ടം ഉണ്ടാകണം, ഒരു ആകർഷണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമാകത്തുള്ളൂ, സംതൃപ്തമാകത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.